ഏത് വർഷം ഇവിടെ സാധക ഗ്രാമം? ഞാൻ 2022 ഇൻഫോസിസിൽ ലാസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്, നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോ അന്ന് അങ്ങനെ 22 ബാച്ചിലാണ് ഞാൻ അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം. അപ്പൊ ആരാ ഉള്ളത് അവിടെ? 23 അന്ന് ആ സമയത്ത് സ്വാമി ഋതവാൻജിയാണ് അവിടെ ആശ്രമ അധികാരി. അതറിയാം. പിന്നെ മാനേജറായിട്ട് രവീന്ദ്രജി ഉണ്ട്, രവീന്ദ്ര സാഹു. ദീക്ഷിതൊക്കെ ഉണ്ടായിരുന്നു. ദീക്ഷിതങ്ങളും ആന്റി ഉണ്ടായിരുന്നു അവിടെ. ഇടയ്ക്ക് അവിടെ സംഖ്യാ ഗ്യാതറിംഗ് ഉണ്ടായി. ഞങ്ങൾക്ക് ഏറ്റവും ഫോർച്ചുനേറ്റ് ടൈം ആയിരുന്നു അവിടെ. സംഖ്യാ ഗ്യാതറിംഗ് ഞാൻ പോയ ടൈമിലായിരുന്നു അവിടെ. അപ്പോ അങ്കിൾ ആന്റിയും വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു, അറിയാം, ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. ഞാനുള്ള സമയത്തൊക്കെ ദീക്ഷിതാണ് ഒരു കോണ്ടാക്ട് ഉണ്ട് അക്കാലത്ത്. ഓ അത് ശരി. 2005, 6, 7, 8, 9 5, 6, 7, 8, 9 ഒരു 5 വർഷം ഇടക്കിടക്ക് പോവായിരുന്നു. ഓ അത് ശരി, അത് ശരി. പിന്നെ ഒരു ഡോക്ടർ, ഒരു തമിഴ്നാട്ടിലെയാന്ന് തോന്നുന്നു, ചെന്നൈ ബേസ്ഡ് ഒരു ഡോക്ടർ കപ്പിൾസ് ഉണ്ടായിരുന്നു അവിടെ, ഏജ്ഡ് ആയിട്ട്. ഡോക്ടർ വെങ്കട്ട് അറിയണ്ടാവുമായിരിക്കും, പക്ഷെ അങ്ങനെ അധികമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവാറില്ല. ഞാൻ അവിടെ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് സമാധി ആൻഡ് പെയിൻ മാനേജ്മെന്റ്, മെഡിറ്റേഷൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ് ഒരു കോൺഫറൻസ് നടത്തിയിരുന്നു ഞാൻ. അത് ഞാനാണ് അതിന്റെ തീം ഓർഗനൈസറും തോട്ട് പ്രോസസ്സും സീഡിട്ടതും. അത് സ്വാമി ഗുരുവായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ അതങ്ങോട്ട് തീരുമാനിച്ച് അതങ്ങോട്ട് നടത്താൻ തീരുമാനിക്കുന്നു. അതാണ് 2008. അതെ, വേദഭാരതിയാണ്, ഞാനുമാണ് കൂടെ അടുത്തുണ്ടായിരുന്നത്. ആ സമയത്ത് പിന്നെ ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഞാനന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനുമായിട്ടുള്ളൊരു കോണ്ടാക്ട് ഒക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കംപ്ലീറ്റ് വീഡിയോ ട്രൂപ്പിനെയൊക്കെ കൊണ്ടുപോയി അതൊരു കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് ചെയ്തിരുന്നു. നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു അത്. അന്ന് കുറേ കാലം ആ കോണ്ടാക്റ്റുകൾ നിലനിൽക്കുകയൊക്കെ ചെയ്തു. പിന്നെ വിട്ടു, 10-13 വർഷം മുമ്പുള്ളതല്ലേ. നാട്ടിൽ നിന്നൊക്കെയുള്ള കുറെ ഡോക്ടർമാരും അവരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, പാർട്ടിസിപ്പൻസ് ആയിട്ട്. കുറെ ഒരു ഡോക്ടർമാരുടെയും പേഷ്യൻസിന്റെയും ഒരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു. അല്ലല്ല, എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. ഞങ്ങളൊക്കെ വളരെ ലാവിഷായിട്ട് താമസിച്ച് കുറെ 10-200 പേരുടെ കോൺഫറൻസുകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന കാലല്ലേ. SRSG ഡോക്ടർ TPS നടിച്ചാൽ അന്ന് ഞാൻ അവിടെ ഷൂട്ട് ചെയ്ത എക്സ്റ്റേണൽ ആയിട്ട് ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് ആ റെക്കോർഡ് ചെയ്ത കംപ്ലീറ്റ് കോൺഫറൻസിന് ഞാൻ അവിടെ കൊടുത്തു. എനിക്ക് തോന്നുന്നത് പിന്നെ അത് അവിടെ നിന്ന് മിസ്സാവുമോ എന്തോ ചെയ്തു. ഒരു IAS കാരി ആര്യ ഉണ്ടായിരുന്നു. അവരായിരുന്നു അന്ന് ഡിഫൻസ് സെക്രട്ടറി. അങ്ങനെ ആര്യ IAS ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യിപ്പിച്ചത്. ഒരു നല്ലൊരു ഡിസൈപ്പിൾ ആയിരുന്നു. അടുത്ത കാലത്ത് ആര്യ രണ്ടാമത് എന്നെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അതുണ്ടോ, ഞങ്ങളുടെ അടുത്ത് മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കോൺഫറൻസിന്റെ കംപ്ലീറ്റ് റെക്കോർഡിങ് പോയി. പക്ഷെ ഞാൻ പേഴ്സണലി 1-2 പേരുമായിട്ട് ഡിസ്കസ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആണ് ആകെയുള്ളൊരു റെക്കോർഡിംഗ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും കംപ്ലീറ്റ് ഡോക്യുമെന്റ് ചെയ്ത ആളാണ്. അറിയാം, ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിങ്ങളുടെ ഹെഡിനെയും അറിയാം നന്നായിട്ട്. അയാളന്ന് ചോട്ടാ സ്വാമിയാണ്. നല്ല കുറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പോളണ്ട് എന്നൊക്കെയുള്ള 20 പേരൊക്കെ അന്നുണ്ടായിരുന്നു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ. പോളണ്ട് എന്നുള്ള ഒരു ട്രാൻസ്ലേറ്റർ ഒക്കെ വേണമല്ലോ അവർക്ക്.
അതെ അതെ അതെ. അങ്ങനെ ഇന്നത്തെ പോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒന്നും ഇല്ലാത്തൊരു കാലല്ലേ, അവരൊക്കെ ഉണ്ടായിരുന്നു. ശരി. അന്ന് ഞങ്ങൾ ഉള്ളപ്പോഴും തായ്വാനിൽ നിന്നും ഹംഗറി പിന്നെ ഇറ്റലിയിൽ നിന്നൊക്കെ മേജർ ഗ്രൂപ്പ്സ് ഇങ്ങനെ വരാറുണ്ട്. അവർക്കും ഇങ്ങനെ ട്രാൻസ്ലേറ്റർ ഒക്കെ ആയിട്ട് അവരും വരാം. രസമാണ് അത്. ജപ്പാൻ. അതെ. പിന്നെ നല്ലത് തന്നെ സാറേ, സുഖമായിട്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. വളരെ റെയറായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ഹിമാലയൻ ട്രഡീഷൻ അറിയുന്ന ആളെയൊക്കെ കാണുക എന്ന് പറയുന്നത്. ഓക്കെ. എനിക്ക് പിന്നെ സ്വാമിയുടെ അടുത്തിരിക്കാനും കൂടെ ഭക്ഷണം കഴിക്കാനും ഡിന്നർ കഴിക്കാനൊക്കെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ള ഒരാളാണ്. അവിടെ 200 ദിവസം 300 ദിവസമൊക്കെ കൂടെ താമസിക്കുന്ന ആൾക്ക് പോലും ഒരു പ്രാവശ്യം നേരിട്ട് കൂടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാറുണ്ടായിരുന്നില്ല. എൻ്റെ മെഡിറ്റേഷൻ ഡോക്ടർ TPS എന്നുള്ള ചെറിയൊരു ബിറ്റ് നോക്കിയാൽ കാണാം. ഞാൻ സ്വാമിയുടെ അടുത്തിരിക്കുന്ന സ്വാമി എൻ്റെ പുറത്തിങ്ങനെ കൈയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പടം തന്നെ കാണാം. എന്നെ അടുത്തിരുത്തുമായിരുന്നു. ഇപ്പോൾ അടുത്തിങ്ങനെ ഇരുത്തിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്തുമായിരുന്നു. എൻ്റെ പുറത്തുകൂടി ഇങ്ങനെ കൈയിടും, കൈയിട്ടിട്ടിരുന്നിട്ട് സംസാരിക്കുമായിരുന്നു. കുറേ സംസാരിക്കുമായിരുന്നു ഞങ്ങൾ. എൻ്റെ ചാൻഡിങ് നല്ല ഇഷ്ടമായിരുന്നു സ്വാമിക്ക്. അതാണ് ഞാൻ ഈ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു റിതം എവിടെയും കിട്ടില്ല. സൗത്ത് ഇന്ത്യൻ സ്റ്റൈല് അധികം എനിക്ക് ആരും കേൾപ്പിക്കാറില്ല എന്നൊക്കെ പറയായിരുന്നു. എൻ്റെ വലിയ ഇഷ്ടമായിരുന്നു. കോൺഫറൻസിന്റെ കൂടെ എടുത്തിട്ടുള്ള കുറെ പടങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ബ്ലോഗിലൊക്കെ ഉണ്ട്. ഓ ഞാൻ ഷെയർ ചെയ്യാം. കോൺഫറൻസിന്റെ ലാസ്റ്റ് എടുത്തിട്ടുള്ള ഗ്രൂപ്പ് ഗാദറിംഗ് ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഷെയർ ചെയ്യും. ലൈഫിലെ ഏറ്റവും ഭയങ്കര ഒരു തിരിഞ്ഞു നോക്കുമ്പോഴേ ഏറ്റവും സന്തോഷമുള്ള ഒരു പീരീഡ് ആയിരുന്നു ആ ഒരു മൊമെന്റ്, ആ ഒരു ഡിസിഷൻ. അതായത് ഗുരുകുലം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നമ്മൾ പുരാണങ്ങളിലൂടെ മാത്രം കേട്ടിട്ടുള്ള ഗുരുകുല പ്രോഗ്രാം ലൈഫിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു. എന്നോട് അന്ന് സ്വാമിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എപ്പോ വേണമെങ്കിലും വന്നിവിടെ എന്നെ ആദ്യം ക്ഷണിച്ചത് അവിടുത്തെ റിസർച്ച് സെന്ററിന്റെ ചീഫായിട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല ഞാനിങ്ങനെ സ്പേസ് സയന്റിസ്റ്റ്. ആരോ പറഞ്ഞു ഇങ്ങനെ, ഈ ആര്യ പറഞ്ഞിട്ടാ എന്നെ പരിചയപ്പെടുന്നത്. അപ്പൊ അവിടെ ബയോ ഫീഡ്ബാക്കും ഈ EEGയും മെഡിറ്റേഷന്റെ തമ്മിലുള്ള റിസർച്ച് നടത്താനും ഒക്കെ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, അത് ഹെഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. ആ ഇമെയിലൊക്കെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അത് വലിയൊരു അതിശയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ചെറിയ പ്രായം വെച്ചപ്പോ ഇത്രയും കൊല്ലം മുമ്പല്ലേ, ആയിട്ടില്ല, റിട്ടയർ കഴിഞ്ഞിട്ട് ആലോചിക്കാന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഇപ്പൊ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങള് അങ്ങനെയാണ് ആ കോൺഫറൻസ് ഒക്കെ പ്ലാൻ ചെയ്തത്. അങ്ങനെ കുറെ ഡിസ്കഷനായിട്ടും ഒക്കെ ആദ്യകാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡൽഹിയിലായിരുന്നു അന്ന്. 2007 2009 ഡൽഹിയിലാണ്. അപ്പൊ വീക്കെൻഡുകളിലൊക്കെ എനിക്ക് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് പോയിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചിലരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ചിലരിപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. വലിയൊരു നിയോഗമല്ല, വലിയൊരു അനുഗ്രഹമാണല്ലോ അങ്ങനെ. അതെ, ഗുരുവിന്റെ കൂടെ. അത് മാത്രമല്ല നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ പറ്റിയെന്നുള്ള. അതിനു മുമ്പ് ഇപ്പൊ കേരളത്തിലുള്ള ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ അങ്ങനെ അത് ആ അറിവ് വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ LKG കഴിഞ്ഞിട്ട് 1ാം ക്ലാസ് പോകുമ്പോഴല്ലേ ആ ഗുണം കിട്ടുള്ളൂ. അപ്പൊ ആ പഠനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് എത്തിയത് എന്നുള്ള ഒരു വലിയൊരു ഭാഗ്യമാണ്. സാറ് സ്വാമി രാമയെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ? ഇല്ലില്ല, ഞാൻ ആ സമയത്ത് കണ്ടിട്ടേ ഇല്ല. ആ ഒരു ടച്ച് ഒന്നുമില്ല. കാണാൻ പറ്റുമായിരുന്നു വേണമെങ്കിൽ, പക്ഷെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആരോ ഒരാൾ കൊണ്ടുതന്ന ഒരു ബുക്കാണ് ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്. ഇത് വായിക്കണം എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു നിമിത്താണ് എനിക്ക്. ഞാനങ്ങനെ ഒരു
ഹൈലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിച്ചിട്ട് പഠിക്കുന്ന ഒരു രൂപമൊന്നും ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ പ്രഭാഷണം കേട്ടിട്ടുള്ള ഒരാൾ ആലപ്പുഴയിലുള്ള ഒരു വാരരാണ്. അദ്ദേഹം എനിക്കൊരു പുസ്തകം കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇത് വായിക്കണം, നല്ല ബുക്കാണെന്നൊക്കെ. അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് വലിയ കട്ടിയുള്ള ബുക്കൊന്നും കണ്ട വായിക്കുന്ന ആളല്ല. പക്ഷെ അതെന്തോ വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് എനിക്ക് സ്വാമി വേദഭാരതിയുടെ ഇമെയിൽ കിട്ടുന്നത്. അപ്പൊ ഞാൻ വായിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഐ ആം ഫ്രം സാധക ഗ്രാമം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എഴുതുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചേനെ ഹൂ ആർ യു എന്ന് കണ്ട്, അബദ്ധമായി പോയേനെ. അപ്പൊ കറക്റ്റായിട്ട് ആ സമയത്ത് വാരര് ആ ബുക്ക് കൊണ്ടുതരികയും അത് വായിക്കുകയും ചെയ്തതൊരു ഭാഗ്യം എന്ന് വിചാരിക്കാം. അത്രേ ഉള്ളൂ. അതെ. അത് സിമിലറായിട്ടും എനിക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. അല്ല, മിക്കവാറും അങ്ങനെയുള്ളവരൊക്കെ അവിടെയൊക്കെ ഈ പാത്തിലൂടെ പോകുള്ളൂ എന്ന് ഞാൻ പറയാം. പല രീതിയിൽ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് അവിടെ മാസ്റ്റർ ലെവൽ. അതെ. പക്ഷെ അധികാരം കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലൊന്നും പഠിച്ചിട്ടില്ല. സ്വാമിജി അധികാരം പഠിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഞാനൊക്കെ അന്ന് ചെന്നൈയിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ അന്ന് യാത്ര ചെയ്ത് അവിടെ പോയി ആകെ 1/2 മണിക്കൂർ എങ്ങാണ്ടേ കണ്ടിട്ടുള്ളൂ. അപ്പൊ വലിയ സന്തോഷമായിരുന്നു. ഞാൻ ഇത്രയും ട്രെയിനിലൊക്കെ എങ്ങനെയാ വന്നതൊക്കെ വെച്ചു. ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിലൊക്കെ ഇത്രയൊക്കെ യാത്ര ചെയ്തിട്ട് 1/2 മണിക്കൂറിന് വേണ്ടി വന്നില്ലേ, വലിയ ഒരു പലരും പറഞ്ഞു, അവിടെ ഉള്ളവർ പറഞ്ഞു, സീനിയർ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് സ്വാമി വേദാജി ഒരു ശരിക്കൊരു അമ്മയെ പോലെ ആയിരുന്നു എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അങ്ങനെ ചോദിക്കില്ലല്ലോ സാധാരണ ഒരാള്. അതെ അതെ. ഓ നന്നായി കണ്ടു, ഗുഡ് എന്നൊക്കെ പറഞ്ഞ് വിടുവല്ലേ ഉള്ളൂ. അങ്ങനല്ല അത് ചോദിച്ചത്. എന്തിനാ ഇത്രയൊക്കെ യാത്ര ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് വന്ന തന്നെ ഒരു 1/2 മണിക്കൂർ കാണാൻ ഒക്കെയാ ചോദിച്ചു. നല്ല അനുഭവങ്ങളാണ്, കുറെ അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ പരകായ പ്രവേശമൊക്കെ ശരിക്ക് നേരിട്ട് കണ്ടിട്ടുള്ള, അന്ന് ഈ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു സൂഫി ഗാനമാണ് ഒരു ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻ വന്ന് പാടുണ്ടായി. പാടിയ സമയത്ത് ഉടനെ തന്നെ പറഞ്ഞു അതിനകത്ത് ഇന്ന് മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയല്ല ഞാൻ എഴുതിയതെന്നാണ് പറഞ്ഞത്. സ്വാമി വേദഭാരതി എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല എഴുതിയത്. അപ്പൊ എഴുതിയതേ അല്ല അത്. പക്ഷെ അത് ഞാൻ അങ്ങനെയല്ല എഴുതിയത് എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു പരകായ പ്രവേശം ചെയ്തിട്ടുള്ള സംഭാഷണം ഞാൻ നേരിട്ട് കേൾക്കണ്ടായി. ഞാൻ പലപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരുടെയൊക്കെ അടുത്തിരിക്കാനും അവരൊന്ന് തൊടാനും അവർ നമ്മളെ തൊടാനും ഒക്കെ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം. ശരിക്കും സ്വാമി വേദ ശരിക്കും സൗത്ത് ഇന്ത്യയിലേക്ക് തീരെ അറിഞ്ഞിട്ടില്ല ശരിക്കും. ഇല്ല, ഞാൻ എൻ്റെ ആ ഒരു അറിവിന് ശേഷം എന്ന് വെച്ചാൽ അദ്ദേഹം പോകുന്നത് വരെ മിക്കവാറും കോണ്ടാക്റ്റുകളും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. 1 or 2 പ്രാവശ്യം ചെന്നൈയിൽ വന്നതല്ലാതെ വേറെ എവിടെയും ഒരു പ്രാവശ്യം ചെന്നൈയിൽ വന്നിട്ട് ഒരു പ്രാവശ്യം വന്നത് ഞാനായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് വളരെ കുറവല്ലേ. അല്ല, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മിക്കവാറും സൗത്ത് ഇന്ത്യയിലെന്നല്ല നോർത്ത് ഇന്ത്യയിലും എവിടെയായാലും സത്സംഗം എന്ന് പറയുന്ന കോലാഹലങ്ങളുടെയും ഗാനമേളകളുടെയും ഭജനകളുടെയും ഒരു സത്സംഗമാണല്ലോ. സൈലൻസിൽ കൂടെ സത്സംഗമാവാം എന്ന് പലർക്കും അറിയില്ല. അങ്ങനെ സൈലൻസിലൂടെ സത്സംഗം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഒരു ഹയർ ലെവലിലല്ലേ സൈലൻസിലൂടെ സത്സംഗം ഉണ്ടാവാൻ പറ്റുള്ളൂ.
സ്വാമി വേദാന്തിയുടെ അങ്ങനത്തെ സ്റ്റോറീസും സൈപ്രസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസിന്റെ കഥകൾ കേൾക്കാനുള്ള യോഗം ആണ് നമുക്കുണ്ടായിട്ട്. പക്ഷെ അത് കേൾക്കുമ്പോ തന്നെ എത്ര ഒരു ഓർമ്മ എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ നേരിട്ട്, ആ ഗുരുവിന്റെ കീഴിൽ നേരിട്ട് പഠിച്ചാൽ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതൊക്കെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. അല്ല, ഞാൻ ആ കോൺഫറൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് മീറ്റിങ്ങിന് പോവായിരുന്നു. അപ്പോൾ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, ഞാനന്ന് വർക്ക് ചെയ്യുന്നതും ഗവൺമെന്റിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് എബ്രോഡിലുള്ള ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കണം. ഞാൻ റോയലായിരുന്നു, റോയൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ. അപ്പൊ ഞങ്ങൾക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ ആരുടെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഫോറിനറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചകത്താക്കാൻ തന്നെ. അപ്പൊ ആ കാലത്താണ് ഞാൻ വെള്ളിയാഴ്ച രാത്രി ട്രെയിനിന് പോയി ശനിയാഴ്ച എത്തി, ശനിയും ഞായറും ഒക്കെ ആശ്രമത്തിൽ ചെലവഴിച്ച് ഞായറാഴ്ച രാത്രിത്തെ ട്രെയിനിന് ബുക്ക് ചെയ്തിട്ട് തിരിച്ചു പോവൊക്കെയാണ് പതിവുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പോയ സമയത്ത് എന്നോട് പറഞ്ഞു, അർജന്റായിട്ട് വരണം, കോൺഫറൻസിന്റെ പ്രിപ്പറേഷൻസ് ഒന്നും കറക്റ്റായിട്ട് നടക്കണില്ല എന്ന് മെസ്സേജ് അയക്കുകയാണ്. ആ മെസ്സേജ് കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ആ പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് ചെയ്ത് നമ്മളൊരു നോട്ട് പാഡിലെല്ലാം എഴുതി, പെൻസിൽ കൊണ്ടും പേന കൊണ്ടും മാർക്കർ കൊണ്ടും ഓരോരാളുടെ പേരും ഒക്കെ പഠിച്ചെഴുതി, ഇന്ന റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത്, ഇതിൻ്റെയൊക്കെ ബ്രീഫ് കൊടുക്കാൻ വേണ്ടി സ്വാമിജിയുടെ അടുത്ത് പോവാണ്. സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് അപ്പൊ പറഞ്ഞു, രാത്രി ഡിന്നർ സമയത്ത് കാണാം, എനിക്ക് ട്രെയിനിന് പോണം. അപ്പൊ അത് അങ്ങോട്ട് തിരിച്ച് പറയാനുള്ള ഒരു യോഗ്യതയൊന്നും നമുക്കില്ലല്ലോ. ശരി, പോവാ, ട്രെയിനിന് കിട്ടിയാ, അല്ലെങ്കിൽ ഡിന്നർ എപ്പോഴാന്നും എനിക്കറിയില്ല. അപ്പൊ എപ്പോഴാണെന്ന് ഒരു അസിസ്റ്റന്റ്, ഒരു ഫിലിപ്പിനിയോ ആരോ ആയിരുന്നു അവിടെ, ലേഡി ലൈബ്രറി ആരോ ഒരാളുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, പേരൊന്നും ഓർമ്മയില്ല. അവളൊക്കെ അന്ന് ചെറിയ കുട്ടിയല്ല, എനിക്ക് ആ പേരൊന്നും ഓർമ്മയില്ല. അപ്പൊ അവളാണ് അസിസ്റ്റന്റ്. അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഡിന്നർ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഡിന്നറിന് കൂടെ ഇരിക്കാന്നാ പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ള ഈ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇൻക്ലൂഡിങ് ദീക്ഷിത് ജിയും, അവരൊന്നും അങ്ങനെ ഡിന്നറിനൊന്നും വിളിക്കാറില്ല. അപ്പൊ അവര് ആരൊക്കെയാ ഡിന്നറിന് വിളിച്ചിരിക്കണമെന്ന് അന്വേഷിക്കുകയോ ഒന്ന് ചോദിക്കുകയോ, എനിക്കറിയില്ല, നിങ്ങളെ ചോദിച്ചോളാം പറഞ്ഞു. അപ്പൊ എന്നെ പരിചയപ്പെടുത്ത ആര്യ പോലും ഇതുവരെ ഡിന്നറിന് കൂടെ ഇരുന്നിട്ടില്ല. അപ്പൊ ഞാനിത് ഡിന്നറിനും കൂടി എന്ന് പറഞ്ഞ സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് കൃത്യമായിട്ട് സമയം തന്നു, പോയി ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പൊ നിലത്തിങ്ങനെ ഇരിക്കുക സീറ്റിൽ, നമ്മൾ സാധാരണ മെഡിറ്റേഷൻ ഇരിക്കുന്ന പോലെ കുഷ്യന്റെ മുകളിൽ ഇരുന്നിട്ടാണ്. അപ്പം ഇരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇത് ബ്രീഫ് ചെയ്യാനുള്ള തിരക്കിലാണ് ഞാൻ. തീർന്ന് ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ചാടി പോവാലോ വെച്ചിട്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞത്, നൗ we are here to have our dinner, let us not discuss anything else. Do you know this, how much is the cost of this chapati? ചപ്പാത്തിയുടെ കോസ്റ്റ് ഭക്ഷണത്തെ കുറിച്ച് മാത്രമേ ഇപ്പൊ ചിന്തിക്കാവൂന്നാണ്. അപ്പൊ ഞാൻ ഇത് നോട്ടും പേപ്പറും പാഡും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ചപ്പാത്തിക്ക് നമ്മളൊരു ഗസ് ചെയ്ത് പറഞ്ഞു 20 രൂപ ഉണ്ടാവുന്നു, കുറച്ച് കയറ്റി പറഞ്ഞതാ. അന്ന് 5 രൂപക്ക് ചപ്പാത്തി ഇട്ടു. ദിസ് കോസ്റ്റ് 5,000 rupees. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലോട്ടസ് സീഡ്സ്. അത് സ്പെഷ്യലി നമുക്ക് വേണ്ടി ഇമ്പോർട്ട് ചെയ്തിട്ട് ഡിസൈപ്പിൾസ് കൊണ്ടുവരുന്നതാണ്. അത് വെച്ചിട്ടുണ്ടാക്കിയ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. സോ യു ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഡിസ്കസിങ് ആൻഡ് തിങ്കിങ് സംതിങ് എൽസ്, എൻജോയ് ദിസ് കോസ്റ്റ്ലി ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞത്. അന്ന് ആരുമില്ല, ഞാനും ഗുരുവും മാത്രം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ റെക്കോർഡ് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഒന്നുള്ള ത്വരയോ ആഗ്രഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്തേനെ ഞാൻ. അതൊക്കെ വലിയ. എന്നിട്ട് എന്നോട് അവസാനം പറഞ്ഞു, when I called you, there is a problem and you have to set it. I trust you totally. You don't have to report to me. What are you trying to do is to give me a brief of എന്താ ചെയ്തതെന്നുള്ളതിൻ്റെ ബ്രീഫ് കൊടുക്കാനാണല്ലോ നമ്മൾ ഈ ശ്രമിക്കുന്നത്. അതെനിക്ക് ആവശ്യമില്ല, എനിക്കറിയാം, എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് നടക്കുന്നു, യു ക്യാൻ ജസ്റ്റ് ഗോ. അതെനിക്കറിയാം എന്നൊരു ഗുരു പറയുമ്പോൾ, ഐ ട്രസ്റ്റ് യു എന്ന് ഗുരു പറയുമ്പോൾ, അതുകൊണ്ടാണ് തന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ
അതൊരു വലിയൊരു അതൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് പലരോടും ഇല്ലാത്ത എന്തെങ്കിലും ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി എന്ന് തിരിച്ചു ചോദിക്കുമല്ലോ. അപ്പൊ അത് നമ്മൾ അവരെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള വിവരമൊക്കെ അപ്പോഴാണ് ഈ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ ആരെയും ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കരുത്, അതൊക്കെ ഗുരുവിന് കൃത്യമായിട്ട് അറിയാം എന്നുള്ള അറിവൊക്കെ ഉണ്ടാവും. എൻ്റെ നടുവില് തറവാട്ടില് പഴയ ഒരു 200 year old വീടുണ്ട്. അവിടെ ഞാനും ബ്രഹ്മശ്രീയും തമ്മിലുള്ളൊരു പടമുണ്ട്. അതുപോലെ ഞാനും സ്വാമി വേദയും കൂടിയുള്ളൊരു പടമുണ്ട്. ഇപ്പൊ രണ്ടുപേരാണ് എൻ്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ. കാരണം അത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമായി. എന്നെ ശ്രീജേഷ് എന്നല്ല പറയാ, ശ്രീജിഷ്. പെട്ടെന്ന് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇതുവരെ ഇല്ലാത്തൊരനുഭവം. എനിക്കും തീർച്ചയായിട്ടും അത് ഞാനിങ്ങനെ സ്വാമി എന്റെ മാസ്റ്ററാണ് എനിക്ക് സ്വാമി രാമയുടെ ബുക്ക് അതായിട്ട് പരിചയപ്പെടുത്തി തരാം. അത് കോവിഡ് ടൈമിലാണ് അത് വായിച്ചത്. അത് കഴിഞ്ഞ് ലൈഫിലെ ഒരു ഡിറ്റർമൈനിങ് പോയിന്റിൽ എന്ത് വഴിയിലേക്ക് പോകണം, ഇതർ ഈ ഒരു സോക്കോൾ സെറ്റിൽ ലൈഫിലേക്ക് പോകണോ അതോ നമ്മുടെ വഴി തെരഞ്ഞെടുക്കണോ എന്നുള്ള ചോദ്യം വരുന്ന സമയത്താണ് ഞാൻ എന്റെ മാസ്റ്റർ ഗുരുവിനോട് ചോദിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് മെഡിറ്റേഷനിൽ എനിക്ക് സ്വാമി രാമ എന്നുള്ള പേര് വീണ്ടും തെളിഞ്ഞു വരുന്ന സെറ്റ് ഓപ്ഷൻ. അപ്പൊ ഞാൻ നോക്കി എന്താണ് വാട്ട് ഈസ് വിത്ത് സ്വാമി രാമ, ഞാൻ ഓൾറെഡി നോക്കിയതാണ്. വീണ്ടും സെക്കൻഡ് നോക്കിയപ്പോഴാണ് സ്വാമി രാമ സാധഗ്രാമ എന്ന് പറയുന്ന ഒരു ആശ്രമം ഉണ്ടെന്നും അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്നും തിരിച്ചറിയുന്നത്. ചുമ്മാ എടുത്ത് നോക്കിയപ്പോഴാണ് അവിടെ ഗുരുകുലത്തിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്നറിയുന്നത്. അപ്പൊ തന്നെ ഫില്ല് ചെയ്ത് അയച്ചു. ഇന്റർവ്യൂ കഴിഞ്ഞ് ഉടനെ തന്നെ അവര് സെലക്ടഡ് ആയെന്നും പറഞ്ഞു വിളിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ നോക്കാറുണ്ട് എവിടെയാണ് അങ്ങനെ ഒരു സ്വാമി രാമ അല്ലെങ്കിൽ ആ പരമ്പരയായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്ന ടീച്ചേഴ്സ് ആരാണ്, സീനിയർ ഡിസൈബിൾസ് ആരാണ് എന്നൊക്കെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആരെയും കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ അമ്മയാണ് പറഞ്ഞ സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണണ്ടായി, അതിന്റെ സ്വാമി രാമയുടെ പേര് പറയണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ അമ്മയ്ക്ക് വിട്ടുപോയി, അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് കാരണം. പിന്നെ വീണ്ടും വന്നപ്പോഴാണ് ഇങ്ങനെ സാറിന്റെ പേര് കാണുന്നത്, അതില് ഫോൺ നമ്പർ വന്നത്. അങ്ങനെയാണ് വേഗം പിന്നെ കണക്ട് ചെയ്യണമെന്നും. ഇനി ഞാൻ അന്ന് കണക്ട് ചെയ്യുന്ന ദിവസം സ്വാമി രാമയുടെ ഭയങ്കര ഒരു സ്മൃതി കയറി വരുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ ഇരുന്നു, സ്വാമി രാമയുടെ മുമ്പിൽ ഇരുന്നു, കുറെ നേരം ഇരുന്നു. അപ്പോഴാണ് ഇങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് ഭയങ്കര ഇച്ഛ, ഉള്ളിൽ ഒരു പുഷ് വന്നു. അങ്ങനെ വേഗം അയച്ചതാണ് സാർ. എൻ്റെ ബ്ലോഗ് ഇങ്ങനെ തപ്പുമായിരുന്നു. അപ്പൊ എൻ്റെ കയ്യിൽ ആ ഷെഡ്യൂൾ അടക്കമുണ്ട്. Day 1, Day 2, Day 3. 2009 ഫെബ്രുവരി 24 മുതൽ 28 വരെയാണ്. അതിൽ മിക്കവാറും ക്ലാസ്സുകൾ എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് എടുത്തപ്പോഴാണ് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് 2 ദന്തിസ്റ്റ് ഡോക്ടർമാര് എന്നെ പരിചയപ്പെടുന്നത്. അപ്പൊ അവർക്ക് വലിയ അത്ഭുതം, കേരളത്തിൽ നിന്ന് ഒരാള് നമ്മളെ പഠിപ്പിക്കണ്ടല്ലോ. സ്വാമിയുടെ സമാധി ടൈമില് സാർ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ഭാഗത്ത് അധികം കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം വരുന്ന സമയത്ത് അവിടെ എത്താൻ പറ്റാത്ത തിരക്കുകളായിരിക്കും. ആ സമയത്തൊക്കെ ഒഫീഷ്യൽ തിരക്കുണ്ടെങ്കിലും ചാടിപ്പിടിച്ച് ഒരു കോൺഫറൻസ് ആയിരുന്നു എൻ്റെ ഒരു എയിം. അതിനുവേണ്ടി പോയി എന്ന് കഴിഞ്ഞപ്പോ പിന്നെയുള്ള ഒരു ഗ്രൂപ്പിനൊന്നും അത്ര എനിക്കൊരു ഞാനുമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി മാച്ച് ആണെന്ന് തോന്നിയിട്ടില്ല എനിക്ക്. വേദഭാരതിയുടെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരു അതല്ലാതെ അത് മതി എനിക്ക് തോന്നുന്നു. ഒരു 3-4 വർഷത്തെ ആ ഒരു കോണ്ടാക്റ്റും ഒരു കണക്ഷനും ഒക്കെ മതി എന്നുള്ളൊരു തോന്നലും പലപ്പോഴും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ലൈഫ് ടൈമിലേക്കാണല്ലോ, എത്രയോ ലൈഫ് ടൈം മുമ്പ് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. ഞാൻ ബ്ലോഗിന്റെ കോപ്പി അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇപ്പോൾ കുംഭമേള നടക്കുമ്പോൾ ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞു മഹാമണ്ഡലേശ്വർ. ഇന്നലെ കുംഭമേളയുടെ ഒരു ചെറിയൊരു കമന്റ് ചോദിച്ചിട്ട് ആരോ ചോദിച്ച സമയത്ത് മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതി ആ പേര് തന്നെ പറയാൻ യോഗ്യത ഉണ്ടാവുന്ന വലിയൊരു കാര്യമല്ല എന്ന് വിചാരിച്ചു. അന്നൊക്കെ എന്താണ് മഹാമണ്ഡലേശ്വർ എന്ന് പോലും അറിയില്ല നേരിട്ട് കാണുന്ന സമയത്തൊക്കെ.
ആ, പിന്നെയാണ് പലപ്പോഴും മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതി എന്ന് പറയുന്ന ഇപ്പോഴുള്ള എനിക്കറിയില്ല, ഇപ്പോഴുള്ള പലരും ചിലപ്പോൾ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. നമ്മൾ നടത്തിയ ഉം, കോൺഫറൻസും ഉം, അതുമൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഉം, ഉം. റയർ ആയിട്ടാണ് അവർ ആ റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യാറ് അങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക്, അതായത് ഗസ്റ്റിന്റെ മുമ്പിലേക്ക് വളരെ റയർ ചില ടീച്ചിങ്സ് മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ല, പിന്നെ പിന്നെ ആശ്രമത്തിലെ നെറ്റിൽ മിക്കതും അവൈലബിൾ ആണല്ലോ. ഉം, 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 നെറ്റിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഉം, ഉം. ഇന്റർനെറ്റ് എല്ലാം ഉള്ളത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല കണ്ടുപിടിക്കാൻ. ഉം, ഉം. SRSG എന്ന് പറയുന്ന ഒരു 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 കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്ത് സ്വാമി രാമ സംഗമഗ്രാമം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞിട്ടേ സ്വാമി വേദയൊക്കെ ക്ലാസ് തുടങ്ങുള്ളൂ. ഓ, അതല്ലാതെ ആ, ആ, എൻ്റേതാണ് ഈ അറിവ് എന്ന് പറയാറേയില്ല. മനസ്സിലായി. ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ഇന്ന് ഇരിക്കുന്ന കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ബോധത്തിലൊക്കെയാണ് സംസാരിക്കുക. ഓ, ഓ, ഓ. ഒരിക്കലും ഇത് ഞാൻ പറയുന്നു എന്ന് സ്വാമി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഉം, 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 ഉം. ഇപ്പൊ ആ ഒരു ഡെഡിക്കേഷനൊക്കെ ഉണ്ടായിരുന്ന, എനിക്കറിയില്ല ഇപ്പൊ അതുണ്ടോന്ന്, ഇപ്പൊ കോണ്ടാക്റ്റേ ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ വിചാരിക്കും. ഇപ്പൊ അടുത്ത കാലത്തും കൂടി ഞാൻ ഋഷികേശിൽ പോയിരുന്നു. ഓ, അത് ശരി. എന്നാലും ഞാൻ ആശ്രമത്തിൽ പോയിട്ടില്ല. ആ, 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 ഓക്കെ. സ്വാമി വേദാജി പറയുന്നത് ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് എ മാസ്റ്റർ ബട്ട് ഐ ഹാവ് സീൻ എ മാസ്റ്റർ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയാം. അത് ഞാൻ പറയുമ്പോഴും പലപ്പോഴും അങ്ങനെ പറയാം. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു, അവരുടെ അടുത്തിരിക്കാൻ പറ്റിയതോ അവരെ കാണാൻ പറ്റിയതോ അത് മാത്രമാണ് നമ്മുടെ ഒരു ഒരു ഗുണം എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ, അവരെ കാണാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയാറുണ്ട്. തീർച്ചയായും. സാറിന് എന്നായിരിക്കും നാട്ടിലേക്ക് വരിക? ഞാൻ ഫെബ്രുവരിയിൽ എനിക്കൊരു ഹിന്ദുമത സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഇൻവിറ്റേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ കുമ്പനാട് ആറന്മുള ഭാഗത്താണ്. ഓ, ഓ, ഓ. അപ്പോൾ അവിടെ ഞാനുണ്ട്. കുമ്പനാട് ആറന്മുള ഭാഗത്ത് തന്നെയാണ്. ഓക്കെ, ഓക്കെ. അവിടെ ഒരു കുറേ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം അവിടെ പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ ചിലരൊക്കെ എവിടെയെങ്കിലൊക്കെ റെയറായിട്ട് പ്രഭാഷണങ്ങളൊക്കെ കേരളത്തിൽ വിളിക്കുമ്പോൾ അതിന് വരും. കേട്ടിട്ടുണ്ടോ ആ സ്ഥലം? കുമ്പനാട് കേട്ടിട്ടില്ല. പമ്പാ തീരത്താണ്. പോയിട്ടുണ്ട്. പമ്പാ തീരത്താണ് ആ പ്രഭാഷണം. ശരിക്കും പമ്പാ തീരത്ത് നടക്കുന്ന ചെങ്ങന്നൂര് എന്ന് പറയുന്നത് പമ്പാ തീരത്താണല്ലോ. ആറന്മുളയൊക്കെ പമ്പാ തീരത്താണ്. അപ്പൊ ചെറുകോൽപ്പുഴയാണ് ഈ ഹിന്ദുമത പരിഷത്ത്. അപ്പൊ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു മതസമ്മേളന പ്രോഗ്രാമാണ്. അപ്പൊ അതിനകത്ത് പണ്ടൊരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്, കുറെ കാലം മുമ്പ്. ചെറുകോൽപ്പുഴ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. ഞാൻ അയച്ചുതരാം എൻ്റെ. ചെറുകോൽപ്പുഴ ശ്രീകുമാർ. അപ്പൊ കാണാം. അല്ലെങ്കിലും ഞാൻ മിക്കവാറും വരാൻ സാഹചര്യമുള്ളൊരു സ്ഥലമാണ്. എന്തായാലും കാലടി ഇറങ്ങിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഇരിങ്ങാലക്കുടയാണ് ഞാൻ മിക്കവാറും. ഇപ്പൊ കണ്ണൂർ എയർപോർട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്ത് പോകുമ്പോൾ കണ്ണൂർ ഉണ്ടാവും. ഗൂഗിൾ മാപ്പിൽ ഡോക്ടർ TPS അടിച്ചാൽ എന്നെ കാണാം. 3 വീടുകളുണ്ട്.
ഓക്കെ. ഒന്ന് ഹൈദരാബാദ്, ഒന്ന് ഇരിങ്ങാലക്കുട, ഒന്ന് കണ്ണൂർ നടുവിൽ എന്ന് പറയുന്ന ഗ്രാമം. ഓ ഓ ആ ഓ. നടുവിൽ എന്ന് പറയുന്ന അത് എൻ്റെ തറവാടാണ്. ഇരിങ്ങാലക്കുട വൈഫിൻ്റെ വീടാണ്. ഓ ശരി. അപ്പോൾ നടുവിലാണ് മിക്കവാറും റെസിഡൻഷ്യൽ ക്യാമ്പ് പോലെയൊക്കെ ഇടയ്ക്കെങ്കിൽ ആരെങ്കിലൊക്കെ എൻ്റെ സത്സംഗിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന് താമസിക്കും. അപ്പോൾ എന്താ അവിടെ നടക്കണമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല, പക്ഷെ കുറച്ച് പേരൊക്കെ വരും. ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സത്സംഗം ഉണ്ടാവാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം എനിക്കറിയില്ല, ചെറുകോൽപ്പുഴയിൽ നടക്കുന്ന 113ാമത്തെ ഹിന്ദുമത സമ്മേളനമാണ്. ഓ. കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് അപ്പോൾ ഞാൻ മിക്കവാറും ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ഉണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം ചിലർക്കൊക്കെ ഉണ്ട് കാണണം എന്നുള്ള. അപ്പോൾ ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഒരാഴ്ച ഉണ്ടാവും. ഇരിങ്ങാലക്കുടയിലും പണ്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ മുകളിലൊരു ക്യാമ്പ് നടത്താനുള്ള കുറേ പേർക്ക് ഇരിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ ഉണ്ടാവാറുണ്ട്. സിറ്റിയുടെ അടുത്താണല്ലോ. അതെ. അപ്പോൾ ഇനി ഉണ്ടാവും അടുത്ത വർഷം. ഈ മിക്കവാറും 2025 മുതൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നാട്ടിലുണ്ടാവണം എന്നാണ്. അങ്ങനെയാണ് കാലാവസ്ഥ പറയുന്നത്, ഞാനല്ല. ഇതൊക്കെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ. അതെ അതെ അതെ. അവിടെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവും, അത്ര തന്നെ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. സാർ അതുപോലെ അന്നത്തെ സ്വാമി വേദയുടെ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ കോൺഫറൻസിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിലെ ബാക്കി മെമ്പേഴ്സ് ഇതേപോലെ നമ്മുടെ മലയാളീസ് ആയിട്ടോ അല്ലെങ്കിൽ ആരുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മലയാളീസ് 2 പേരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ആ 2 പേര് ദന്തിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവര് പിന്നെ ഞാൻ പല പ്രാവശ്യം എന്നെ അവരുടെ കോളേജിൽ പ്രോഗ്രാമിനൊക്കെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിലൊരാൾ നല്ല പാട്ടുകാരനും ദന്തിസ്റ്റും ഒക്കെയാണ്. അയാൾ പെയിൻ മാനേജ്മെന്റിനെ കുറിച്ച് റിസർച്ചൊക്കെ നടത്താൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിലൊക്കെ വരാറുണ്ട്, അയാളുടെ മക്കളുടെയൊക്കെ കൂടെ. ആദ്യകാലത്ത്, ആ കാലത്ത്. ഇപ്പോഴും വിളിച്ചാൽ നാളെ വരും, അങ്ങനെ ഉള്ളൊരു കോണ്ടാക്ട് ഉണ്ട്. പിന്നെ മറ്റേ ആള് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ദന്തിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു. 2 or 3 പ്രാവശ്യം അവരുടെ കുട്ടികൾ ക്ലാസ് എടുക്കാൻ എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. അവരും ഞാനവിടെ ക്യാമ്പ് നടത്തുമായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ പേര് ജ്ഞാനം എന്നാണ്. അപ്പോൾ ആ ജ്ഞാനം എന്ന് പറയുന്ന ക്യാമ്പിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഞാൻ ചോദിക്കാൻ കാര്യം എന്താ വെച്ചാൽ സാർ, എനിക്കൊരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്. അത് എത്രത്തോളം നടക്കുന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെങ്ങനെ അതിനെ വഴികാട്ടുന്നോ എനിക്കറിയില്ല. അത് ഇപ്പൊ സാധ്യമാവുന്നോ അറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമർപ്പണത്തിന്റെ ഭാഗത്തില്, ഗുരുഭക്തിയുടെ ഭാഗത്തില് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഗുരുക്കന്മാരും ഡിസൈപ്പിൾസും തമ്മിലുള്ള കണക്ഷൻ, അതുമായുള്ള എക്സ്പീരിയൻസ്, അവരുടെ സ്റ്റോറീസ് ഉണ്ട്. ബാക്കി നമ്മൾ സ്വയം ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴോ സ്ക്രിപ്റ്റേഴ്സ് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ആളുകളായിട്ട് ഷെയർ ചെയ്യുമ്പോഴോ ഒരു ഡിസ്റ്റൻസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ദേവതയല്ലേ, അവർക്ക് അങ്ങനെയാവും, നമുക്ക് അങ്ങനെ പറ്റുമെന്നൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കാണും. ഈ സമർപ്പണത്തിന് അവരൊരു തടസ്സമായിട്ട് കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം പലപ്പോഴും കാണുമ്പോൾ ഉള്ളിൽ ഗുരുക്കന്മാര് തോന്നിപ്പിച്ച ഒരു ആശയമാണ് ഗുരുക്കന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള നേരനുഭവങ്ങള്, അതിന്റെ വർക്ക്സ് കളക്ട് ചെയ്യാന്നുള്ള രീതിയിൽ. ഇപ്പോ നമ്മള് ഭാഗവതം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ വർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ഈ ലീനിയേജ്, ഏത് മഹർഷിമാരുടെയും ഏത് ഗുരുക്കന്മാരുടെയും അവരുടെ ക്ലോസ് ഡിസൈപ്പിൾസും തമ്മിലുള്ള അവരുടെ എക്സ്പീരിയൻസ്, അതിൽ നിന്ന് അവർക്കുണ്ടായ ഐദർ അത് സറണ്ടറിങ് ആവാം, അക്സെപ്റ്റൻസ് ആവാം, ഡിവോഷൻ ആവാം, എന്തോ ആവാം, ജ്ഞാനത്തിന്റെ ഒരു മേമ്പൊടിയാവാം, എന്താണെങ്കിലും അവരിൽ നിന്നുണ്ടായ ആ എക്സ്പീരിയൻസിനെ കളക്ട് ചെയ്ത് ഫ്യൂച്ചറിലേക്ക്, അത് ലോങ് ടൈം വർക്കാണ്, ഒരു ബുക്കായിട്ട് അത് മാറ്റിയിട്ട് അത് ആളുകളിലേക്ക് കൂടുതൽ എത്തണം. അത് വായിക്കുമ്പോൾ നാച്ചുറൽ ഒരു ഗുരുഭക്തി തന്നെ ഫോം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ
ഈ ഗുരുക്കന്മാരായിട്ട് കൂടുതൽ അടുത്ത് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത ആളുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കഥകൾ കേൾക്കുമ്പോഴും. അതാണ് ചോദിച്ചത്, നമുക്ക് സ്വാമി രാമയുടെ വേദയുടെ അദ്ദേഹത്തിന്റെ ഒക്കെ വേറെ ഡിസൈപ്പിൾസ് ആരെങ്കിലും നമ്മുടെ അടുത്തുണ്ടോ, ചുറ്റുവട്ടത്തുണ്ടോ? ഞാൻ ഇരിങ്ങാലക്കുടയിലുള്ള ഒരു കോണ്ടാക്ട് കൊണ്ട് അടുത്തുള്ള കൊടുങ്ങല്ലൂർ ഉണ്ടല്ലോ, കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രവുമായിട്ടും കുറച്ച് അസോസിയേറ്റഡ് ആണ്. ലക്ഷ്മി കുമാരി അമ്മയുടെ അവരെന്നെ പല സ്ഥലത്തും റെഫർ ചെയ്യുകയും ഞാൻ ക്ലാസ് എടുക്കാൻ പോവുകയും ഞാൻ അവിടെ ക്ലാസ് എടുക്കുകയും, അമ്മ ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദിൽ വന്നപ്പോൾ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് സമയം. അങ്ങനെ ഒരു ബന്ധം ഞങ്ങളുണ്ട്. അപ്പം അവിടെ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ കുറച്ചു കാലം താമസിപ്പിച്ചിരുന്നു. ഡൽഹിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊണ്ട് താമസിപ്പിക്കുകയായിരുന്നു. അപ്പം ആ കാലത്ത് അദ്ദേഹത്തിന് നല്ലൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഗുണമുള്ള ഏതെങ്കിലും ഒരു പണി തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൂടെ തുടങ്ങിയ ഒരു മാഗസീനാണ് ഗുരുസാഗരം. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചാൽ, ഈ പറഞ്ഞ കൺസെപ്റ്റ് പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അല്ല, ഡിഫറൻസ് എന്താന്ന് വിചാരിച്ചാൽ, ഓരോ ആശ്രമങ്ങളോടും ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഈ ആശ്രമം നടത്തുന്നത്? നമുക്കൊരു എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശ് കൊണ്ടല്ലല്ലോ സ്വാമിമാര് നടത്തുന്നത്, ജനങ്ങൾ കൊടുക്കുന്ന കാശ് തന്നെയാണ്. എന്തായാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ സംബഡി ഈസ് പേയിങ് മണി. അപ്പൊ എന്തിനാണിത് എന്ന് ചോദിച്ചാൽ ചിലപ്പോ പല സ്വാമിമാർക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് എൻ്റെ ബോധം. എൻ്റെ ഗുരു പറഞ്ഞത്, ഞാൻ ഇപ്പം അങ്ങും പറഞ്ഞതല്ലേ, എൻ്റെ ഗുരു പറഞ്ഞത് എനിക്ക് പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് എൻ്റെ, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിക്കുന്നതാണ് നമ്മൾ സാധാരണ ചോദിക്കുക. അതിന് പകരം ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ ആശ്രമം, എന്തിനാണ് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് യുവർ ഓർഗനൈസേഷൻ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ആ പരമ്പരയ്ക്കൊരു പ്രാധാന്യമുണ്ട്. അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാഗസിൻ ഞങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ അത് കൊട്ടാരത്തിൽ നരേന്ദ്രൻ എന്ന് പറഞ്ഞ്, ഗുരുസാഗരം കൊട്ടാരത്തിൽ നരേന്ദ്രൻ നോക്കിയാൽ കാണാം. അപ്പൊ അത് കുറെ ലക്കങ്ങൾ ഇറങ്ങുകയും അതിന് പിന്നെ ഫണ്ട് ചെയ്യാൻ ഒരാൾ റെഡി ആയിരുന്നു, ഒരു കോൺട്രാക്ടിങ് ജോബൊക്കെ നടത്തുന്ന ഒരു പ്രദീപ് ഫണ്ട് ചെയ്തിരുന്നു. ഞാനതിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മാത്രം തുടങ്ങാനും എഴുതാനും പറ്റുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ അദ്ദേഹം മരിച്ചു. മരിച്ചപ്പോൾ, ചീഫ് എഡിറ്റർ മരിച്ചപ്പോൾ അത് പോയി. അതിന്റെ ലക്ഷ്യം എല്ലാ സ്വാമിമാരും സന്യാസിമാരുടെയും, അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ ഗുരു പറയുന്നത് വരുമല്ലോ. പക്ഷെ അതിനൊരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. പല ആശ്രമങ്ങളും കോൺട്രവേഴ്സിയിലാണല്ലോ പലപ്പോഴും. അപ്പൊ അതിന്റെ ഒരു സ്റ്റോക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ക്ലീനിങ് അപ്പ് ഓഫ് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതാണ്. അപ്പൊ വരും സമയമാകുമ്പോൾ നമ്മൾ ഈ ഓരോരാളും ചിന്തിക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്ന കുറെ സംഭവങ്ങൾ അത് പീരിയോഡിക്കൽസ് ആയിട്ട് എഴുതാം. ബുക്കായിട്ട് എഴുതുമ്പോൾ കുറെ കാലം നിൽക്കും. അപ്പൊ ഈ ഇന്റർവ്യൂ പറയുന്ന ഒരാൾക്കോ പറയുന്ന ആശ്രമത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അത് കമേഴ്ഷ്യൽ ആക്കാൻ പറ്റില്ല. ഈ മാഗസീൻ ആക്കുമ്പോൾ എന്താ വെച്ചാൽ അത് കമേഴ്ഷ്യൽ ആക്കാം. ആ ആർട്ടിക്കിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നാളെ ബുക്കാക്കാനും പറ്റും. അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. കുറച്ച് ചെയ്തു, പിന്നെ ഞങ്ങൾ നിർത്തി. നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ? നമുക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകൾ ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളവർക്ക് പങ്കുകൊടുക്കുക എന്നുള്ളൊരു ഞാൻ പറയാം, സാധാരണ നല്ല ഗുരുക്കന്മാരൊക്കെ കിട്ടുന്നത് ഭാഗ്യമാണ്. പക്ഷെ അവർ തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ഭാരമായിട്ട് മാറും ചിലപ്പോൾ. അതാരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏൽപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അത് തപ്പി നടക്കുകയാണ്. എന്തിനാ ഇങ്ങനെ തെണ്ടി നടക്കണമെന്ന് ഞാൻ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. ഇതാരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണമല്ലോ പോവാൻ എന്നുള്ളതാണ്. അത് ഈ ഇവിടെ രാമകൃഷ്ണ മഠത്തിലെ ഒരു പ്രാവശ്യം ഞാൻ കുറെ രാമകൃഷ്ണ മഠമായിട്ട് പണ്ട് കുറെ അസോസിയേറ്റഡ് ആയിരുന്നു. പിന്നെ ഇത് ഓരോ ചീഫ് സ്വാമിമാര് വരുമ്പോഴുള്ള കോണ്ടാക്ട് ആണ്. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോകും. അപ്പം അവിടെ പോയ സമയത്ത് ഗർഭിണികളെ മെഡിറ്റേഷൻ ആണല്ലോ പറയാ, യോഗയൊക്കെ ഇവര്. അപ്പം മെഡിറ്റേഷൻ ആൻഡ് യോഗ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ ഗർഭിണികൾക്കുള്ള സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുമ്പോൾ
ഞാൻ അവിടെ പോയി നോക്കിയ സമയത്ത് ഈ ഇരിക്കുന്ന പൊസിഷൻ പോലും കറക്റ്റ് അല്ല. അപ്പൊ ഞാൻ ഓർത്തത് സ്വാമി വേദഭാരതിയൊക്കെ 2-3 ദിവസം ഒരാഴ്ചയൊക്കെ നമ്മളെ പഠിപ്പിക്കും എങ്ങനെ ഇരിക്കണം. ഇരിക്കാൻ പഠിപ്പിക്കുന്നത് ഒരാഴ്ചയുള്ള വേറെ ആശ്രമം ഉണ്ടാവില്ല. എന്നിട്ട് അന്ന് ഞാൻ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സിറ്റിംഗ് ഡോക്ടർ TPS യോഗ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കാണും. ആ യോഗ എന്ന് അടിച്ചാൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യോഗ സിറ്റിംഗ് ഡോക്ടർ TPS എന്ന് അടിച്ചിരിക്കുന്നത്. അതുപോലെ മെഡിറ്റേഷൻ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലും അത് മെഡിറ്റേഷൻ അല്ല, മെഡിറ്റേറ്റ് ഡോക്ടർ TPS എന്ന് അടിച്ചാൽ വേദഭാരതിയും ഞാനും ഇരിക്കുന്ന പടം വെച്ചിട്ടാണ് ഞാനത് യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരോടും പറയാറുണ്ട് ഒരു പ്രാവശ്യം അത് കാണണ്ടു, പിന്നെ നിങ്ങൾ കേട്ടാ മതി, പടത്തിനല്ല പ്രാധാന്യം കേൾക്കുന്നതിനാണ് പ്രാധാന്യം എന്ന് പറയാറുണ്ട്. അത് പണ്ട് അത് പഠിച്ച 2012 ഗുരു ഉള്ള കാലത്ത് തന്നെയാണ് ഞാനത് ഇട്ടത്. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു ഞാനിങ്ങനെ ഒന്ന് ഇട്ടിട്ടുണ്ട്, അത് അബദ്ധാണോ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ശരി, ഞാൻ ഇതുപോലെ ഇടണോ അല്ല എഡിറ്റ് ചെയ്തിടണോ? എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശരി, സന്തോഷം. കാണാം, എപ്പോഴെങ്കിലും വരുമ്പോ അടുത്ത് തന്നെ കാണാം. തീർച്ചയായിട്ടും.